തുഫല, ഈ ഇറാനിലെ ഇപ്പോൾ കൊടും പട്ടിണി ആണ് എന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഇറാൻ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. എത്രയെങ്കിലും ജനം ഇപ്പോൾ തടവിലാണ്. അവിടുത്തെ സൈന്യം അവരെ പിടികൂടി തടവിലാക്കിയിരിക്കുന്നു. ഇറാനിലെ ഇപ്പോഴത്തെ ഖൊമേനിയുടെ നേതൃത്വമുള്ള ഭരണകൂടം ഭരിച്ച് അത്ര കണ്ട് നാശകോശമാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഫലമാണ് ആ ജനങ്ങളിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവിച്ചിട്ടും ഖൊമേനി അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താ നമുക്ക് പുതുതായിട്ട് കിട്ടുന്ന ഒരു അപ്ഡേഷൻ? നമുക്ക് ആദ്യം ഇപ്പോൾ ഇന്ന് ഇറാനിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ ഞാൻ ആദ്യം പറയാം. ഈ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 538 പേർ ഇതിനകം അവിടെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് മരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുള്ളതായ റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്നും വരുന്നത്. അമേരിക്ക ആയുധ നീക്കം നടത്തിയാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന് ഇറാൻ ഇതിനകം മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലൊരു വൈകാതെ മിക്കവാറും 1-2 മാസങ്ങൾക്കകം ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ അമേരിക്ക ഇസ്രായേൽ ഒരു യുദ്ധം, അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ നമുക്കറിയാമല്ലോ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ റദ്ദാക്കിയതുകൊണ്ട് അവിടെ നിന്നുള്ള യഥാർത്ഥ വസ്തുതകളും വിശേഷങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്നില്ല. അതുപോലെ ഇറാൻ പാർലമെന്റിൽ സംസാരിച്ച മുഹമ്മദ് ബാഗർ ഗലിബാഫ് എന്ന് പറയുന്ന ആള് US സൈന്യത്തെയും ഇസ്രായേലിനെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കാര്യം, എന്തുകൊണ്ടാണ് ഇറാനിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണങ്ങളും അതിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ ഒന്ന് പറയുന്നത് നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗദിയെ ഭീഷണിപ്പെടുത്തി, അതായത് അമേരിക്ക മുമ്പ് സൗദി അറേബ്യയെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയെ ഭീഷണിപ്പെടുത്തി പെട്രോൾ ഡോളർ സംവിധാനത്തിന് തുറക്കുമ്പോൾ, അതായത് അവർക്ക് സൗദിയുടെ എണ്ണ വേണം, അതായത് സൗദിയുടെ വെനസ്വലയെ പോലെ സൗദിയെയും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിടുത്തെ എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാക്കി, അതായത് മുമ്പ് ഇറാഖ് യുദ്ധം ഉണ്ടാക്കിയതിന് പിന്നിലും അമേരിക്കയായിരുന്നു. സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതും അമേരിക്കയായിരുന്നു. അതുപോലെ പശ്ചിമേഷ്യത്തിന്റെ മറ്റൊരു രാജ്യമായ ലിബിയയിൽ മുഹമ്മദ് ഗദ്ദാഫിയെ തല്ലിക്കൊന്നതും എണ്ണയ്ക്കുമേലുള്ള അധികാരം കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. അതായത് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എണ്ണ. അത് കാരണം അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പൊ നിലവിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ രാജ്യങ്ങൾക്ക് മേൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ എണ്ണയെ ആശ്രയിച്ചത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചത്. അതുപോലെ എണ്ണയ്ക്ക് മേലുള്ള ഒരു അധീശത്വം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മേലെ കുതിര കയറുന്നത്. ഡോളറിനെ ആഗോള റിസർവ് കറൻസിയായി നിലനിർത്തലായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ വിഭവങ്ങൾക്ക് മേൽ അധീശത്വം സ്ഥാപിക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക എക്കാലവും ചരിത്രത്തിലുടനീളം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ പയറ്റിയിട്ടുള്ളത്. ആ തന്ത്രം മദുറോ, അതായത് വെനിസ്വലയിൽ മദുറോയിൽ എത്തി നിൽക്കുന്നു. ട്രംപിനെ പുകഴ്ത്തുന്ന അയാൾ ഒന്നും മറച്ചു വെക്കുന്നില്ല, തുറന്നു പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ടുകളാണ് കേട്ടോ. ഇറാൻ ജനതയുടെ ഒരു വിഭാഗം, ഇപ്പോൾ നിലവിൽ ഇറാൻ ജനതയുടെ ഒരു വിഭാഗം മുമ്പ്, അതായത് 1970കളിൽ ഇറാൻ ഭരിച്ച ഷാ പഹ്ലവി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഷാ പഹ്ലവി ഭരണം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഷാ പഹ്ലവി ഭരണം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാ പഹ്ലവി ഭരണം. അതുപോലെ ഇറാനിൽ സൈനിക നടപടിയിൽ ഇത് കുറച്ച് മുമ്പുള്ള റിപ്പോർട്ടുകളാണ്, 60-ലേറെ പേർ മരിച്ചു. ഇപ്പൊ നമുക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 538 പേര് മരിച്ചു. 2025 ഇസ്രായേല്, അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇറാനിൽ 12 ദിവസത്തെ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. മുതിർന്ന നേതാക്കളെ വധിച്ചു. ഈ ആക്രമണത്തിന് ശേഷം ഫോർദോ, ഇസ്ഹാൻ, നദാൻസ് എന്നിവിടങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇറാനെ അമേരിക്ക ഭയപ്പെടാനുള്ള, ഇറാനും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനെ ഭയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഒരു ആണവ രാജ്യമാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇറാൻ അവരുടെ ആണവ ശക്തി ഉപയോഗിച്ച് അമേരിക്കയെ ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന ഭയം അമേരിക്ക കൊണ്ട്. തീർച്ചയായിട്ടും അതുപോലെ ആണവം നോക്കുന്ന ആണവ ആയുധങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ് ഇറാൻ. അതിന്റെ ഒരു പേടി ഈ പറയുന്ന പോലെ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞ വസ്തുതയാണ്. കാരണം ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ആക്രമണം നടത്തി.
ഹിസ്ബുള്ള, അതായത് ലബനാനിലെ ഒരു പോരാട്ട സംഘടനയാണ്. പോരാട്ട സംഘടന എന്നാണ് അവർ പറയുന്നത്, പക്ഷെ ഇവര് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഭീകരവാദ സംഘടനകളാണ്. അതുപോലെ ഹൂത്തികൾ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും തളർത്തി സിറിയയിൽ അസദിനെ പുറത്താക്കിയതും ഈ അമേരിക്കയും ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. അപ്പൊ നമുക്കൊരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ 1990കളുടെ മധ്യഭാഗം മുതൽ ഇറാനിൽ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തലസ്ഥാന നഗരമായ തെഹ്റാനാണ് ഇറാന്റെ തലസ്ഥാന നഗരം. തെഹ്റാൻ യുദ്ധക്കളമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. നഗരത്തിൽ ഈ പറയുന്ന രീതിയിൽ അവർ പറഞ്ഞത് അവരുടെ രാജ്യത്തേക്ക് ചില വിദേശ ശക്തികൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന് അവർ സംശയിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഭാവി 1-2 മാസം അവരുടെ ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരായി എത്രയെങ്കിലും ജനങ്ങൾ തടവറയിലുമാണ്. കാര്യം പട്ടിണി എന്ന് പറയുന്ന ഒരു വല്ലാത്ത സംഭവമാണ്. അപ്പൊ ഈ പറയുന്ന ഖൊമേനി എന്ന് പറയുന്ന മതപണ്ഡിതനാണ് അദ്ദേഹം. ഈ മതപണ്ഡിതൻ അതെ, അദ്ദേഹം ഭരിക്കുന്നതിന്റെ പോരായ്മകളാണ് എന്നും പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ ഭരണാധികാരി അല്ല ഖൊമേനി എന്നും പറയുന്നുണ്ട്. ഖൊമേനി ശരിക്കും ഈ അമേരിക്കയെ അങ്ങോട്ട് ചൊറിയുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. ഏതാണ്ട് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പും തുടങ്ങിയ ഒരു സംഭവമാണിത്. പറഞ്ഞോളൂ. നിയമപരമായ തുല്യതക്കായി ദശലക്ഷം ഒപ്പുകൾ ശേഖരിക്കുന്ന ഒപ്പുകൾ ഉൾപ്പെടെ, അതായത് 2005-ലും 2006-ലും പ്രതിഷേധങ്ങൾ, അതായത് ഒപ്പുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2005-ലും 2006, അതായത് 19-20 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ 2019-ൽ പെട്രോൾ വില 3 ഇരട്ടിയായി വർദ്ധിച്ചതിനെതിരെ തൊഴിലാളികളും സാധാരണക്കാരും കൂറ്റൻ പ്രതിഷേധമാണ് നടത്തിയത്. അത് ശരിക്കും ഭരണകൂടത്തെ പിടിച്ചുലച്ച പ്രക്ഷോഭങ്ങളായിരുന്നു. 2019, അതായത് പെട്രോൾ വില 3 ഇരട്ടിയായി വർദ്ധിച്ചതിനെതിരെ തൊഴിലാളികളും സാധാരണക്കാരും കൂറ്റൻ പ്രതിഷേധമാണ് തലസ്ഥാന നഗരമായ തെഹ്റാനിൽ നടത്തിയത്. അപ്പോൾ 2005 മുതൽ 2013 വരെ ഭരണം കൈയാളിയ അഹമ്മദിനജാദ് ഭയങ്കര അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നിശിതമായ കണിശമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അഹമ്മദിനജാദിന്റെ വൈവിധ്യവൽക്കരണ ശ്രമങ്ങളും അതായത് ആ രാജ്യത്ത് മാറ്റങ്ങൾക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉപരോധങ്ങൾ തുടർച്ചയായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യത്തെ തകർക്കുന്ന സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു നടപടികളിലാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നടത്തിയത്. ഇനിയും 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം കൈകൊണ്ട വിദേശ നയം തിരിച്ചടിയാണെന്ന വിമർശനം ഇറാനിലെ പൊതുസമൂഹത്തിൽ സജീവമാണ്. അതായത് 1979 അതുപോലെ ചരിത്രപരമായ ഒന്നായിരുന്നു ഇറാനിലുണ്ടായ ഇസ്ലാമിക് റിവല്യൂഷൻ. ആ ഇസ്ലാമിക് റവല്യൂഷൻ തിരിച്ചടിയാണെന്ന വിമർശനം ഇറാനിലെ പൊതുസമൂഹത്തിൽ സജീവം ഇപ്പോഴും ഉണ്ട്. ലബനാൻ, ഇറാഖ്, യമൻ, ഫലസ്തീൻ, പാകിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്ക് ധനസഹായം, പരിശീലനം, ലോജിസ്റ്റിക്കൽ സഹായം എല്ലാം ഇറാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിലേക്ക് പിന്തുണ ഇറാനുള്ള കാര്യം അമേരിക്കയും അതുപോലെ ഇസ്രായേലിനെയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഭയപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും കളിക്കുന്ന കളികൾ ഇറാൻ ദേശീയതയെ ആളിക്കത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നമുക്കിനി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, എന്തായാലും ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇനി വരും ദിവസങ്ങളിലും അവിടെ പ്രക്ഷോഭവും അതിക്രമങ്ങളും രൂക്ഷമാവാനാണ് സാധ്യത. കാരണം ഇപ്പൊ തന്നെ 538 പേർ മരിച്ചു എന്നാണ്. ജയിലിലേക്ക് ജനങ്ങളെ നഗരങ്ങളിൽ കലാപം നടക്കുക. അതെ, ഈ അമേരിക്ക ഇപ്പൊ നമ്മൾ നിക്കോളാസ് മദുറയെ ഈ അമേരിക്ക ബന്ദിയാക്കിയ ഡെൽറ്റ ഫോഴ്സ്, അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ആ ഡെൽറ്റ ഫോഴ്സിന്റെ ഇടപെടൽ പോലും ഇറാനിലും ഉണ്ടായേക്കാമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ കാരണം അമേരിക്കക്ക് വേണ്ടി കളിക്കുന്ന അമേരിക്കയുടെ ഒരു ടീമാണ്. അമേരിക്കയുടെ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ പുതിയ രീതിയാണ് ഡെൽറ്റ ഫോഴ്സ്. അത് ഡെൽറ്റ ഫോഴ്സിന്റെ ഇടപെടലാണ് നിക്കോളാസ് മദുറയെയും ഭാര്യയെയും തടവ്. ഒന്ന് ആലോചിക്കും, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എണ്ണയ്ക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ അല്പം മുമ്പ് ഹരികുമാർ സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു വലിയ ആനയുടെ വലിപ്പമുള്ള ഹെലികോപ്റ്ററൊക്കെയാണ് ഇവിടേക്ക് ഇദ്ദേഹത്തിന് കീഴടക്കാനായിട്ട് അവരുടെ സൈനികർ വന്നത്. ഈ ഡെൽറ്റ സൈന്യം വന്നതാണ്. അപ്പോൾ റഡാറിന്റെ പ്രവർത്തനം വരെ അമേരിക്ക നേരത്തെ അതായത് ജാമായിപ്പോയി. ഇത് ഈ പറയുന്ന ഇപ്പൊ റഡാർ നിരീക്ഷണം ഉണ്ടാവുമല്ലോ, അവരുടെ രാജ്യത്ത് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന അതിർത്തിയിലൊക്കെ അവർക്ക് അതിൻ്റെതായ നിഗമനങ്ങൾ അവർ കണ്ടെത്തും. അതാണല്ലോ അവരുടെ സൈനികരുടെ ജോലി. ഇത് അതിൽ പോലും തെളിഞ്ഞില്ല. അങ്ങനെ ആ റഡാർ ഇത്തരത്തിൽ ഉള്ള പിന്നെ നമ്മുടെ ഭൗമ മേഖലയിലുള്ള ഇത്തരം സിഗ്നലുകൾ ാണല്ലോ റഡാർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചുപോയി.
അത് ബാക്കി വായിച്ചോ, പറഞ്ഞോളൂ. അതെ, ഞാൻ ഇതൊക്കെയാണ് നമുക്ക് ഇറാൻ എന്തായാലും അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കാരണം ആക്രമണം ഉണ്ടാകുന്ന തരത്തിൽ മുന്നറിയിപ്പ് നൽകി. സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും പ്രതിരോധിക്കും. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാവും. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾക്ക് ലോകരാജ്യങ്ങളുടെ മേൽ അമേരിക്കയും ഇസ്രായേലും സമ്മർദ്ദം ശക്തമാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വീണ്ടും ഒരു സംഘർഷഭരിതമായ രീതിയിലേക്ക് പശ്ചിമേഷ്യ പോകുന്ന കാര്യത്തിൽ സംശയമില്ല.